യെസ്, നമുക്കറിയാം യുനിസെഫിന്റെ മുന്നറിയിപ്പുണ്ട് കൂടുതൽ ദുരിതത്തിലേക്ക്, അതായത് അവശ്യ സാധനങ്ങൾ എത്തിച്ചിട്ടില്ലെങ്കിൽ എത്രത്തോളം ദുരിതം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് കൺമുന്നിൽ കണ്ടതുകൂടിയാണ്. അപ്പം ആ മുന്നറിയിപ്പുകളെല്ലാം ഉണ്ട്. പക്ഷേ ഒരു അനക്കവും ഇസ്രായേലിനെ സംബന്ധിച്ചില്ല. ആ വിഷയത്തിലെങ്കിലും നേരത്തെ മധ്യസ്ഥം പറഞ്ഞിരുന്ന രാജ്യങ്ങളിൽ ഇല്ലെങ്കിൽ അമേരിക്ക ആ വിഷയത്തിൽ ഇടപെട്ട് ഇവർക്കുള്ള സഹായങ്ങൾ, ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ ഉൾപ്പെടെയുള്ളത് എത്തിക്കാനുള്ള, കുടിവെള്ളമെങ്കിലും എത്തിക്കാനുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് റഫ അതിർത്തി തുറക്കുക എന്നതാണ്. കാരണം ഇത് കരാർ വ്യവസ്ഥയിൽ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, റഫ അതിർത്തി തുറക്കും, അതിലൂടെ ഏറ്റവും കൂടുതൽ ഭക്ഷ്യ വസ്തുക്കളും അതോടൊപ്പം തന്നെ ഉപകരണങ്ങളും കുടിവെള്ളവും മരുന്നും ഗസയിൽ എത്തിക്കുമെന്ന് വളരെ കൃത്യമായി തന്നെ വ്യവസ്ഥകളിൽ പറഞ്ഞതാണ്. പക്ഷേ അതൊക്കെയും ഇപ്പോൾ ബന്ദികളെ ജീവനോടെയുള്ള 20 ബന്ദികൾ ആദ്യ ദിവസം തന്നെ ഹമാസ് വിട്ടയച്ചു. തുടർന്ന് പരമാവധി ബന്ദികളുടെ മൃതദേഹങ്ങൾ, ഇനിയിപ്പം വളരെ ചുരുക്കം 8-7 ബന്ദികളുടെ മാത്രം മൃതദേഹങ്ങളാണ് ഇനി കൈമാറാനുള്ളത്. അത് അപ്പോൾ ഒരു ഭാഗത്ത് ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും മറുഭാഗത്ത് 140-ലധികം തവണയായിട്ട് ഈ വെടിനിർത്തൽ ലംഘിക്കാൻ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള വളരെ കൊണ്ടുപിടിച്ച നീക്കങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നു. ഇത് തന്നെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയാണ് ഇതിലൊരു റോൾ വഹിക്കേണ്ടത്. നിരവധി തവണ അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർ, US സ്റ്റേറ്റ് സെക്രട്ടറി മുതൽ വൈസ് പ്രസിഡന്റ് മുതൽ പലരും ഇസ്രായേലിലെത്തി പല ഘട്ടങ്ങളിൽ ചർച്ച നടത്തി ഈ വെടിനിർത്തൽ ശാശ്വതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കണം. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നീണ്ട ചർച്ചകളിലൂടെ രൂപപ്പെടുത്തിയെടുത്ത ഒരു കരാറാണിത്. ഈ കരാർ ശാശ്വതമായിട്ട് നിലനിൽക്കണമെങ്കിൽ പരമാവധി സഹകരിക്കണമെന്ന് ഇസ്രായേൽ നേതൃത്വത്തോട് അമേരിക്ക ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഫലത്തിൽ, പ്രയോഗതലത്തിൽ ഇതൊന്നും നടപ്പാക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഇരകളായി മാറിയിരിക്കുന്നത്, കാരണം 2 കൊല്ലത്തോളം നീണ്ട ഈ അധിനിവേശം ഒരു ഭാഗത്ത്, ആക്രമണങ്ങൾ ഒരു ഭാഗത്ത്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ, ഇതിനിടയിലും ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ, കുടിവെള്ളം, മരുന്ന് എന്നിവ ലഭ്യമാവുന്നില്ല. 15,000-ലധികം പരിക്കേറ്റ രോഗികൾക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് ഗസക്ക് പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് ആരോഗ്യ മന്ത്രാലയവും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സന്നദ്ധ ഏജൻസികളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർക്ക് മാന്യമായിട്ടുള്ള ഏറ്റവും മിനിമം തോതിലുള്ള ഒരു മരുന്നോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളോ ലഭ്യമാക്കാൻ പോലും നിലവിലുള്ള സാഹചര്യത്തിൽ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ ഫലത്തിൽ നിലവിലുണ്ട് എങ്കിൽ പോലും വ്യാപകമായ തോതിലുള്ള ആക്രമണങ്ങൾ ഗസയിൽ ഉടനീളം നടക്കുന്നില്ല എങ്കിൽ പോലും അതിദയനീയമായിട്ടുള്ള അവസ്ഥയിലൂടെ തന്നെയാണ് ഗസയിലെ ഈ പതിത ജനത, പലസ്തീൻ ജനത ഇപ്പോൾ പോലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ധന്യ.